സുഹൃത്തുക്കളെ, വിനു പ്ലംബിംഗ് കൺസൾട്ടൻറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്ലംബിംഗ് വർക്കുകൾ ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് ചെറിയൊരു ടിപ്പായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ടിപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് പറയാം. ചില വീടുകളിൽ സോളാർ വാട്ടർ ഹീറ്റർ വെച്ചിട്ടുണ്ടെങ്കിലും ഒരു 1-2 ബാത്റൂമുകളിൽ വാട്ടർ ഹീറ്റർ വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ വാട്ടർ ഹീറ്റർ സോളാറും ഒരുമിച്ച് കണക്ട് ചെയ്യും? പ്രത്യേകിച്ച് വാൽവുകളൊന്നും എക്സ്ട്രാ വാൽവുകളൊന്നും യൂസ് ചെയ്യാതെ ഈ വരുന്ന 3/4 ഇഞ്ചിൻ്റെ CPVC പൈപ്പ് സോളാറിൽ നിന്ന് വരുന്ന ഔട്ട്ലെറ്റാണ്, ഹോട്ട് വാട്ടർ വരുന്ന ലൈനാണ്. ആ ലൈൻ ഇവിടെ വന്ന് ഈ ഭാഗത്താണ് വാട്ടർ ഹീറ്റർ വയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ നോർമൽ വാട്ടർ ഇൻലെറ്റ് കൊടുക്കുന്ന പോലെ തന്നെ സോളാറിൽ നിന്ന് വരുന്ന ലൈൻ ഇൻലെറ്റ് ആയിട്ട് കൊടുക്കുക. വാട്ടർ ഹീറ്ററിൻ്റെ എവിടെയാണ് വെക്കുന്ന ആ പൊസിഷനിൽ അത് വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു നോ റിട്ടേൺ വാൽവ് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. വാട്ടർ ഹീറ്ററിൽ സാധാരണ നോ റിട്ടേൺ വാൽവ് ഉണ്ടാവും, എന്നാലും അത് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് കൂടിയാണ് ഇത് നമ്മൾ ഒരു നോ റിട്ടേൺ വാൽവ് ലൈനിൽ കൊടുക്കുന്നത്. അത് സോളാറിൽ നിന്ന് വരുന്ന ഔട്ട് ഇവിടെ വാട്ടർ ഹീറ്ററിൽ നമ്മൾ ഇൻലെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇനി സോളാറിൽ നിന്ന് വരുന്ന ലൈൻ ഇൻലെറ്റാണ്, ഇതാണ് ആ പോയിൻ്റ്. ഇത് ഔട്ടാണ്. ഈ ഔട്ട് നേരെ പോകുന്നത് ബാത്റൂമിൻ്റെ ഉള്ളിലത്തെ ഡൈവേർട്ടറിൻ്റെ ഉള്ളിലേക്കാണ്. ഡൈവേർട്ടിൽ ഹോട്ട് വാട്ടർ ഇതിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻലെറ്റിൽ നിന്ന് വാട്ടർ ഹീറ്ററിലേക്ക് ഇൻലെറ്റിലേക്ക് വരുന്നു. വാട്ടർ ഹീറ്റർ വെള്ളം ചൂടായി. സാധാരണ നമ്മുടെ സാധാ ഹീറ്ററിൽ എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ഹീറ്ററിൽ വെള്ളം കയറി വെള്ളം ചൂടായി അതിനുശേഷം ഔട്ടിലേക്ക് കൂടെ വന്ന് ഡൈവേർട്ടിലേക്ക് ചെന്ന് കയറുന്നു. നമ്മൾ നോർമൽ വാട്ടറാണ് ഇൻലെറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീ ഇട്ട് കൊടുത്ത് വാൽവ് സെറ്റ് ചെയ്ത് 1, 2, 3 വാൽവുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണ്ടി വരും നമുക്ക് സോളാറും വാട്ടർ ഹീറ്ററും ഒരുമിച്ച് കണക്ട് ചെയ്യാൻ. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല മഴക്കാലത്താണെങ്കിൽ സോളാർ വാട്ടർ ഹീറ്ററിൽ വെള്ളം ചൂടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ വീട്ടുകാർക്ക് വളരെ ഉപദ്രവമായിരിക്കും. കാരണം അവർക്ക് വെള്ളം ആവശ്യമുള്ള സമയത്ത് വാട്ടർ ഹീറ്റർ ഉപയോഗിക്കേണ്ട സമയത്ത് അവർ എവിടെയാണോ ഹീറ്റർ കണക്ട് ചെയ്യുന്നത് അവിടെ വന്ന് വാൽവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് അത് ആകെ കൺഫ്യൂഷൻ ആവുകയും ചെയ്യും. അവർക്കത്